racing seconds time conversion. So, ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് 1 minute is equal to 60 seconds. ഇതിന്റെ മീനിങ് എന്താണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് മിനിറ്റ് ഹാൻഡ് ആണ് ഇത് സെക്കൻഡ്സ് ഹാൻഡ്. ദിസ് ഇസ് ദ മിനിറ്റ് ഹാൻഡ് ഒരു സ്റ്റെപ്പ് ഫോർവേഡ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് ഹാൻഡ് 1 മിനിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് ആവാന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്റ്റെപ്പ് മൂവ് ഫോർവേഡ് ചെയ്യുക. ഈ കുഞ്ഞു ഡിവിഷനാണ് 1 മിനിറ്റ്. ഓക്കെ, സോ നമ്മൾ മിനിറ്റ് ഹാൻഡ് വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് 1 മിനിറ്റ്. സെക്കൻഡ്സ് ഹാൻഡ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞു ഡിവിഷൻ നമ്മൾ സെക്കൻഡ്സ് 1 സെക്കൻഡ് എന്ന് പറഞ്ഞു. അപ്പോൾ മിനിറ്റ് ഹാൻഡ് 1 മിനിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സെക്കൻഡ്സ് ഹാൻഡ് ഇങ്ങനെ മൂവ് ചെയ്ത് 60 സെക്കൻഡ്സ് മൂവ് ചെയ്യണം. അതായത് ഇത് 1 സെക്കൻഡായി, 2 സെക്കൻഡായി, 3 സെക്കൻഡായി, 4 സെക്കൻഡായി, 5 സെക്കൻഡായി, അങ്ങനെ സെക്കൻഡ്സ് ഹാൻഡ് മൂവ് ചെയ്ത് 60 സെക്കൻഡ്സ് മൂവ് ചെയ്താലാണ് നമ്മളുടെ മിനിറ്റ് ഹാൻഡ് 1 മിനിറ്റ് ആവത്തുള്ളൂ. മിനിറ്റ് ഹാൻഡ് 1 മിനിറ്റ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സെക്കൻഡ്സ് ഹാൻഡ് 60 സെക്കൻഡ്സ് കവർ ചെയ്താലാണ് മിനിറ്റ് ഹാൻഡ് 1 മിനിറ്റ് ആകത്തുള്ളൂ. അതാണ് 1 മിനിറ്റ് ഈക്വൽ 60 സെക്കൻഡ്സ്. ഒരു മിനിറ്റ് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 60 സെക്കൻഡ്സ് വേണം. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് 1 മിനിറ്റ് ഈക്വൽസ് 60 സെക്കൻഡ്സ്. ഇനി നമുക്ക് നോക്കാം വാട്ട് ഈസ് 60 മിനിറ്റ്സ് ഈക്വൽസ് 1 അവർ. അതിന്റെ മീനിങ് എന്താണെന്ന് നോക്കാം. അപ്പോൾ 1 hour equals 60 minutes. അതിന്റെ മീനിങ് എന്താണെന്ന് നോക്കാം. അപ്പോൾ 1 hour എന്ന് പറഞ്ഞാൽ എന്താ, ദിസ് ഇസ്, അപ്പോൾ കുഞ്ഞ് സ്മോളസ്റ്റ് ഡിവിഷൻ ഈസ് മിനിറ്റ്സ്. അപ്പോൾ ഇത് 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്, 4 മിനിറ്റ്, 5 മിനിറ്റ്, 6 മിനിറ്റ്, അങ്ങനെ നമ്മൾ 12 എത്തിക്കഴിയുമ്പോൾ 60 മിനിറ്റ്സ് ആവും. ഇനി നമ്മൾ അവർ ഹാൻഡ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, ദിസ് ഇസ് 1 അവർ, 2, 3, 4, 5, 6, 7, 8 അവേഴ്സ് ആവും. മിനിറ്റ് ഹാൻഡിന്റെ പൊസിഷൻ വെച്ചിട്ട് നമ്മൾ വി ഹാവ് ടു സേ ഇൻ സ്റ്റെപ്സ് ഓഫ് 5, 10, 15, 20, 25. അവർ ഹാൻഡിന്റെ പൊസിഷൻ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് 1, 2, 3 ജസ്റ്റ് റീഡ് ദ നമ്പേഴ്സ് ഇൻ ദ. അപ്പൊ നമ്മൾ നോക്കിയേ, ഈ അവർ ഹാൻഡ് 1 അവർ കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പൊ ഇത് 7 ആണ്, ഇത് 1 അവർ ആവണമെന്നുണ്ടെങ്കിൽ അവർ ഹാൻഡ് 8-ലായാലാണ് 1 അവർ ആവത്തുള്ളൂ. അവർ ഹാൻഡ് 7-ലായിരുന്നു, ഈ 7-ലുള്ള അവർ ഹാൻഡ് 8-ലായാലാണ് 1 അവർ ആവത്തുള്ളൂ. അപ്പോൾ അത് 1 അവർ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ്സ് ഇറ്റ് ഷുഡ് റൊട്ടേറ്റ് 60 മിനിറ്റ്സ്. അപ്പോൾ ഇത് 1 മിനിറ്റായി, 2 മിനിറ്റായി, 3 മിനിറ്റായി, 4 മിനിറ്റായി, 5 മിനിറ്റായി, 6 മിനിറ്റായി, അങ്ങനെ അത് റൊട്ടേറ്റ് ചെയ്ത് 60 മിനിറ്റ്സ് ആയി കഴിയുമ്പോൾ അവർ ഹാൻഡിന് എന്ത് പറ്റും, അവർ ഹാൻഡ് 1 അവർ കംപ്ലീറ്റ് ആവും. അപ്പോൾ അവർ ഹാൻഡ് 1 അവർ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 60 മിനിറ്റ്സ് വേണം. ദാറ്റ് ഈസ് വൈ 1 അവർ ഈക്വൽസ് 60 മിനിറ്റ്സ്. ഇനി 24 അവർ ഈക്വൽസ് 1 ഡേ.
7 days equals 1 week. 12 months equals 1 year. 14 days or 2 weeks equals 1 fortnight. There are 365 days or 366 days. 366 days തന്നെയാണ് നമ്മൾ ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. ഇനി 2 hours equals how many minutes? 2 hours എത്ര minutes ആണെന്ന് കണ്ടുപിടിക്കാൻ we have to times by 60 because 1 hour equals 60 minutes ആണ്. അപ്പോൾ ഹവേഴ്സിനെ മിനിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി times by 60. അപ്പോൾ 2 times 60 equals 120. അപ്പൊ ഇത് 60യുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ 6 റിമൂവ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 0 റിമൂവ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 times 6 ചെയ്യുക, 12 കിട്ടും, ആഡ് 0. 4 times 60. അപ്പൊ 0 റിമൂവ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 times 6 24. ആഡ് 0. 240. ഇനി 5 times 60 ചെയ്യാൻ വേണ്ടി 5 times 6 ചെയ്യുക, 30 കിട്ടും, ആഡ് 0. അപ്പോൾ 300. 6 times 60 ചെയ്യാൻ നേരത്ത് 6 times 6 ചെയ്യുക, 36. ആഡ് 0. 360. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? 6 times 6 ചെയ്യുക, 36 കിട്ടും. അപ്പൊ നമുക്ക് വേണ്ടത് 6 times 60 ആണ്. അപ്പോൾ one more zero is there, so add that 0. So you will get, if you add 1 0, it will change into 60. So add 0 to the answer. So 7 times 60. അപ്പോൾ നമ്മൾ 7 times 6 എത്രയാണെന്ന് നോക്കാം, 42. So 420. ഇനി 8 times 60 എത്രയാണെന്ന് നോക്കാം, 5. 480. 9 times 60, 540. 6 times 10 times 60, 600. So 11 times 60 വരുമ്പോൾ 660 വരും. ഇനി 12 times 60 വരുമ്പോൾ 12 times 6 ചെയ്ത് നോക്കാം. 6 times 2, 12. അപ്പോൾ 72. അപ്പോൾ 720 minutes. ഇനി നമുക്ക് അവേഴ്സ് ആൻഡ് മിനിറ്റ്സിനെ മിനിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഈ നമ്പർ ലൈൻ നോക്കിക്കേ. 1 hour, 2 hour, 3 hour. 1 hourന്റെ കറസ്പോണ്ടിങ് 60 മിനിറ്റ് ആണെന്ന് നമ്മൾ കണ്ടു. 2 hourന്റെ കറസ്പോണ്ടിങ് 120 മിനിറ്റ്. ഇത് എങ്ങനെയാ ഐഡന്റിഫൈ ചെയ്യുന്നത്? നമ്മൾ എല്ലാം 6ന്റെ ടേബിളിൽ വന്നതാ നോക്കിയേ. 12 6ന്റെ ടേബിളിലാണ്, 18 6ന്റെ ടേബിളിലാണ്. അവിടെ ഒരു എക്സ്ട്രാ 0 ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. 24 6ന്റെ ടേബിളിലാണ്, 30 6ന്റെ ടേബിളിലാണ്, 36 42 6ന്റെ ടേബിളിലാണ്, 48 54 6ന്റെ ടേബിളിലാണ്, 60. അപ്പൊ ഇതെല്ലാം 6ന്റെ ടേബിളിലാണ് വരുന്നത്. അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് 1 hour 2 hour ആണെങ്കിൽ 120. അപ്പൊ എന്ത് ടൈംസ് ചെയ്യുമ്പോഴാണ് 180? 3 times 60 ചെയ്യുമ്പോഴാണ് 180 വരുന്നത്. ഇനി ഇവിടെ നമുക്ക് 1 hour, ഓൾറെഡി ഇവിടെ 10 minutes ഉണ്ട്. അപ്പൊ 1 hour എന്ന് പറഞ്ഞാൽ എത്ര? 60 minutes. അപ്പോ 60 plus 60 വരുമ്പോൾ 1 hour എന്ന് പറഞ്ഞാൽ 60. പിന്നെ ഇവിടെ ഒരു 10 minutes കൂടി ഉണ്ട്. അപ്പൊ 70 minutes വരും. ഇനി 2 hours 45 minutes. 2 hours എന്ന് പറഞ്ഞ കറസ്പോണ്ടിങ് 120 ആണ്. 120 plus 45 ചെയ്യുമ്പോൾ plus 45 ചെയ്യാം. അപ്പോ 165 കിട്ടും. അപ്പോ 3 hoursന്റെ കറസ്പോണ്ടിങ് 180. അപ്പൊ 180 plus 50 ചെയ്യാം. അങ്ങനെ റിമൈനിങ് പ്രോബ്ലംസ് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഇനി സെക്കൻഡ്സ്.
സെക്കൻഡ്സ് എന്ന് പറയുമ്പോൾ സിമിലർലി സെയിം വേ തന്നെയാണ് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്സ് ആണ്. അപ്പോൾ 75 സെക്കൻഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയേ 60ന്റെയും 120യുടെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ്, അതിന്റെ ഉള്ളിലാണ് നമ്മളുടെ 75 സെക്കൻഡ്സ് വരുന്നത്. 120ന് ഗ്രേറ്റർ അല്ല, 120യുടെ താഴെ വരുന്നത്. അപ്പൊ നമുക്ക് എന്താ, either we can do 60 120 minus 75. 120 minus 75 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടെ 10 minus 5 ചെയ്യാം, 5 വരും. 12 changes into 11, 11 minus 7, 45 minutes വരും. അപ്പോ 120 minutes എന്ന് പറഞ്ഞാൽ 2 minutes ആണ്. 120 seconds എന്ന് പറഞ്ഞാൽ 2 minutes ആണ്. 45 seconds, remaining 45 seconds. അപ്പൊ നമ്മൾ 120 അതിന്റെ തൊട്ടടുത്തുള്ള ഗ്രേറ്റർ ആയിട്ടുള്ള സെക്കൻഡ്സ് ഏതാ? 75ന്റെ തൊട്ടടുത്ത് വരുന്നത് 120 ആണ്. അപ്പൊ നമ്മൾ 120 ടേക്ക് അവേ 75 ചെയ്യാം. അപ്പൊ 120 എന്ന് പറയുന്നത് 2 minutes ആണ്. അപ്പോ 2 minutes 45 seconds. റിമൈനിങ് സെക്കൻഡ്സ് ആണ് 45. ഇനി 95 സെക്കൻഡ്സ് നോക്കുമ്പോൾ 95ഉം 60 എബോവ് ആണ്. അപ്പൊ നമുക്ക് 120 സെക്കൻഡ്സ് ആണ് വി ഹാവ് ടു ടേക്ക്. അപ്പോൾ നമ്മൾ എപ്പോഴും 120 ടേക്ക് അവേ 95 ചെയ്യാം. 120 എന്ന് പറയുമ്പോൾ 2 minutes, റിമൈനിങ് ആയിട്ടുള്ള സെക്കൻഡ്സ് ആണ് ഈ ഡാഷിൽ എഴുതേണ്ടത്. അപ്പോൾ 10, 5, 12, 12 minus 9 is 3, 35 seconds. Remaining 35 seconds വരും. ഇനി 130 seconds വരുമ്പോൾ നോക്കിയേ, അത് 2 minutesനേക്കാളും കൂടുതലാണ് വരുന്നത്. 2 minutes വരുമ്പോൾ 120 ആണ്. 130 വരുമ്പോൾ 2 minutesനേക്കാളും കൂടുതലല്ല. അപ്പോൾ നമുക്ക് 180 ടേക്ക് എടുക്കാം. ബിക്കോസ് 130 വരുന്നത് 120നേക്കാളും കൂടുതലായ കാരണം നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ എടുത്തു. നെക്സ്റ്റ് ഓപ്ഷൻ ഈസ്, അപ്പൊ നമ്മൾ അത് ഏതിന്റെ നിയർ ഏതിനേക്കാളും തൊട്ടടുത്താ വരുന്നത്, ലെസ്സർ ആയിട്ടുള്ളത് ആയിരിക്കണം. നമ്മളുടെ ക്വസ്റ്റ്യനിലുള്ള വാല്യൂ ലെസ്സർ ആയിട്ടുള്ള ആവണം, ഗ്രേറ്റർ ആവാൻ പാടില്ല. ഇതിനേക്കാളും ഗ്രേറ്റർ ആവാൻ പാടില്ല. നമ്മൾ ചൂസ് ചെയ്യുന്ന വാല്യൂ ലെസ്സർ ആയിരിക്കണം. അപ്പോൾ 180, 130 is lesser than 180. പക്ഷെ 120 is greater than 130. അപ്പോൾ നമുക്ക് 180 ചൂസ് ചെയ്യാം. അപ്പോൾ 180 എന്ന് പറയുമ്പോൾ അത് 3 minutes ആവും. ഇനി നമ്മൾ ടേക്ക് അവേ 180 ടേക്ക് അവേ 130 ചെയ്യാം. സോ 50 seconds, റിമൈനിങ് സെക്കൻഡ്സ് നമുക്ക് കിട്ടും. ഈ 185 വരുമ്പോഴോ, 185 വരുമ്പോൾ 180നേക്കാളും ഇറ്റ് ഈസ് ബിഗർ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് സെക്കൻഡ് യൂസ് ചെയ്യുക, 240 യൂസ് ചെയ്യുക. അപ്പൊ അത് 4 minutes, റിമൈനിങ് സെക്കൻഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. 240 ടേക്ക് അവേ ക്വസ്റ്റ്യൻ 185 ചെയ്യുമ്പോൾ we will get the remaining seconds. അപ്പോൾ 10 minus 5, 5. This will change into 13. 13 minus 8 is 55 seconds വരും. അപ്പൊ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മൾ ആ ഒരു വാല്യൂ നമ്മളുടെ നമ്പർ ലൈനിൽ ഗ്രേറ്റർ ആണോ ലെസ് ആണോ എന്ന് നോക്കാം. അപ്പോ 125 ഗ്രേറ്റർ ആവണം. സോ we have to subtract. അപ്പൊ നമ്മൾ 120 seconds, 125 is greater than 120 seconds. So we cannot choose 120. We have to choose 180 seconds. അപ്പൊ നമ്മൾ ഒരിക്കലും
ലെസ് ആയിട്ടുള്ളത് എടുക്കാൻ പാടില്ല. അത് ഗ്രേറ്റർ ആയിട്ടുള്ളത് വേണം എടുക്കാൻ. 180 ആണ് ഗ്രേറ്റർ. സോ വി ഹാവ് ടു ടേക്ക് ദാറ്റ്. 120 is less. So we shouldn't take that. അപ്പോൾ ഒന്നുകൂടി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 365 സെക്കൻഡ്സ് എടുക്കാം. അത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ നമ്പർ ലൈനിൽ നോക്കിയേ, ഇവിടെ 300 സെക്കൻഡ് ഉണ്ട്, ഇവിടെ 360 സെക്കൻഡ് ഉണ്ട്. പക്ഷെ നമ്മളുടെ ക്വസ്റ്റ്യനിലുള്ളത് അതിനേക്കാൾ ഗ്രേറ്റർ ആണ്. അപ്പൊ നമുക്ക് വി ഹാവ് ടു ടേക്ക് 420 വരുമ്പോൾ 365 ലെസ് ആണ്. സോ വി ഹാവ് ടു ടേക്ക് 420 സെക്കൻഡ്സ്. അപ്പൊ നമുക്ക് അതിന്റെ ഹൗ മെനി മിനിറ്റ്സ്, 420യുടെ കറസ്പോണ്ടിങ് 7 മിനിറ്റ്. 420യുടെ കറസ്പോണ്ടിങ് മിനിറ്റ് ഈസ് 7 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് റിമൈനിങ് എത്ര സെക്കൻഡ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി വി ഹാവ് ടു സബ്ട്രാക്ട് 420 ടേക്ക് അവേ നമ്മളുടെ ക്വസ്റ്റ്യൻ സബ്ട്രാക്ട് ചെയ്യാം. 10 minus 5 is 5. 12, 2 changes into 11. 11 minus 6 is 5. 6 changes into, so the remaining 7 minutes and 55 seconds. അപ്പോൾ നമ്മൾ എപ്പോഴും ലെസ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിനേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ വേണം ചൂസ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് ചൂസ് ചെയ്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ് മിനിറ്റ് നോക്കാം. Then we have to find, subtract. Then we have to subtract. So we will get the answer.